+2 കഴിഞ്ഞുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ കാണുന്നൊരു വർത്തമാനം കാര്യം, ചില ആളുകൾ ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അത്തരം കാര്യങ്ങളിൽ വന്ന് കമൻറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് കഴിഞ്ഞു, മൂഞ്ചിപ്പോയി, അങ്ങനെ തന്നെ പറയാം, മൂഞ്ചിപ്പോയി, ഇനി വേറെ ആരും അത് ചെയ്തേക്കരുത്, ദയവ് ചെയ്ത്. then അതുപോലെ ഫാർമസി എടുത്തു, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു സെയിൽസ് പേഴ്സണെ പോലെയാണ്. നിങ്ങൾ വെറും സെയിൽസ് പേഴ്സൺ ആവും ഇത്ര വലിയ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട്. പിന്നെ വേറൊരാളുടെ സജഷനാണ് ഭയങ്കര രസകരം. നിങ്ങൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഡെലിവറി ബോയ്സ് ജോലിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയുക. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പല ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഇന്ന കോഴ്സ്, അത് ഫാർമസി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരുന്നെടുത്ത് കൊടുക്കുന്ന പണിയാണ്, അല്ലെങ്കിൽ MBBS പഠിച്ചിട്ട് സ്കോപ്പിൽ വെറുതെ നടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഒരു പണിയില്ല, അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നില്ല അവർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയണത് കേൾക്കാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് 2 ആസ്പെക്റ്റുകളാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്ന്, ഇതെടുത്ത് പഠിച്ച് ജീവിതം കോഞ്ഞാട്ടിയായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, സത്യത്തിൽ ആ കോഴ്സ് അവർക്ക് പറ്റാത്തതാണോ, അല്ലെങ്കിൽ കോഴ്സ് മോശമായത് കൊണ്ടാണോ, അതുമല്ല അവരുടെ സ്കില്ല് അതിനോട് യോജിക്കാത്തത് കൊണ്ടാണോ. നോക്ക്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ല കരിയർ ചോയ്സസിലുണ്ട്, നല്ല പൊസിഷനുണ്ട്, നല്ല സാലറി വാങ്ങുന്നുണ്ട്. അതുപോലെ ഫാർമസി കഴിഞ്ഞ ആളുകൾ വ്യത്യസ്തമായ ഒരുപാട് മേഖലകളിൽ പോയിട്ട് അതിൽ കഴിവ് തെളിയിച്ച ആളുകളുണ്ട്. വെറും ഈ ഫാർമസിസ്റ്റായിട്ട് ഡിസ്പെൻസിങ്ങിൽ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കയറി മാർക്കറ്റിങ്ങിലും സെയിൽസിലും സ്റ്റോറിലും പ്രൊക്യൂർമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിലും ഇങ്ങനെ ആളുകൾ രക്ഷപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയോ, സത്യത്തിൽ ഈ കോഴ്സ് എടുത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അഭിരുചി ഈ കോഴ്സുമായിട്ട് കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കോ നിങ്ങളുടെ കഴിവിനോ പറ്റിയ ഒരു കോഴ്സല്ല നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്, അല്ലാതെ കോഴ്സിൻ്റെ കുഴപ്പമല്ല. ഇനി നമുക്ക് കോഴ്സ് എടുത്ത് വിജയിച്ച ആളുകൾ ഒരുപാട് നന്നായി നല്ല കരിയറിൽ എത്തിയിട്ട് നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം കോഴ്സിനൊരു പ്രശ്നവുമില്ല. മറ്റൊന്ന്, നിങ്ങളിങ്ങനെ നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഈ കമൻറ്റുകൾ ഇടുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ, ഇതിനോട് പാഷനേറ്റായ ജെന്യുവിൻ ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയും പൊതുസമൂഹത്തിൽ ആ കോഴ്സുകൾ ഒരു ഭീകരവാദികളായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അത് ചെയ്യരുത്, ദയവ് ചെയ്ത്. കാരണം നല്ല താല്പര്യമുള്ള വളരെ ജെന്യുവൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ അത് ഒഴിവാക്കി പോകുന്ന അവസ്ഥ എന്ത് ചെയ്യും, ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് വരും. പ്ലസ് അവരുടെ കഴിവ് വെച്ചിട്ട് അവർക്ക് അനുയോജ്യമായത് അതാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ നിങ്ങൾ ശരിക്കും കുഴപ്പം എന്താ, നമ്മുടെ സെലക്ഷൻ മെത്തഡോളജി ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്കില്ല് കണ്ടെത്താൻ, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ, നിങ്ങളുടെ അഭിരുചി കണ്ടെത്താൻ സയൻറ്റിഫിക് ആയൊരു മെത്തേഡ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അബദ്ധങ്ങളിൽ പോയി പെട്ടത്. ഇപ്പോൾ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ഓറിയൻറ്റേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റിലേക്ക് പോകാം, ജനറ്റിക്സും ന്യൂറോ സയൻസും എൻജിനീയറിംഗ് പോലുള്ള മേഖലകളിൽ വരെ വരാം. അപ്പോൾ ഫാർമസി എടുത്ത ഒരാൾ വെറും ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റോ റിസർച്ചോ ടെക്നോളജി ഇൻട്രസ്റ്റുകളോ ആപ്റ്റിറ്റ്യൂഡുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാമെന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു. ഇനി ഞാൻ പറഞ്ഞത്, അങ്ങനെ പരാജയപ്പെട്ട ആളുകൾക്ക് പോലും വേണമെങ്കിൽ വീണ്ടും ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആ കോഴ്സിൽ നിന്നുകൊണ്ട് ഒരു മാറ്റം, ഡൈവേഴ്സായ വേറൊരു ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. അപ്പോൾ ആത്യന്തികമായി പ്രശ്നം കോഴ്സിൻ്റെതല്ല, നിങ്ങളുടെ സെലക്ഷൻ്റെതാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടുന്നത്. ഒരു വെർട്ടിക്കൽ ആറ്റിറ്റ്യൂഡല്ല കരിയർ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എപ്പോഴും ഒരു പാരലൽ, ഒരേ സമയം ഒരുപാട് ഓപ്ഷൻസിലേക്ക് മാറാൻ പറ്റുമെന്നതോ ഒരുപാട് കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നതോ ആയ ധാരണ ഉണ്ടാക്കിയെടുത്താൽ കരിയറിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വളരെ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ കരിയർ നഷ്ടം വന്നത്, നിങ്ങളുടെ കരിയർ അബദ്ധമായി പോയത് നിങ്ങളുടെ അഭിരുചി കണ്ടെത്തി കൃത്യമായ കോഴ്സ് ചൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി സെലക്ട് ചെയ്ത് പരാജയപ്പെട്ടവരാണ്, അവരോട് മറ്റൊരു വർത്തമാനം വേറൊരു ആംഗിളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. നിങ്ങളെടുത്ത കോഴ്സ് വെച്ചുകൊണ്ടും വേറെ എന്തൊക്കെ ഓപ്പണിങ്സിലേക്കും ഓപ്ഷൻസിലേക്കും മാറാമെന്നത് എന്ത് ചെയ്യണം,
ചിന്തിക്കണം, എന്നിട്ടൊരു തീരുമാനം എടുക്കണം, ഇങ്ങനെ നെഗടിച്ച് നടക്കാതെ എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, ഇത്തരം വർത്തമാനങ്ങൾ കൊണ്ടുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡല്ല, മറിച്ച് ഈ കാര്യത്തിൽ വളരെ ജെനുവിനായിട്ട് ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. സയൻറ്റിഫിക്കായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമെന്ന് വിലയിരുത്താൻ നമുക്ക് പറ്റും. നിങ്ങളുടെ അനലറ്റിക്കൽ സ്കില്ലുണ്ടോ, ലോജിക്കൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡിൽ വരും. ക്രിയേറ്റീവ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പേഷ്യൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് വരും. മെക്കാനിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് വരും. പക്ഷേ ഇതെന്നെ ആസച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ഇത് തമ്മിലുള്ള ഈ വേരിയബിൾസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചെയ്യുന്ന വ്യത്യസ്ത ടെസ്റ്റുകൾ, മൊഡ്യൂളുകൾ, അതിൻ്റെ റിലേറ്റീവ് സ്കോറും അത് തമ്മിലുള്ള പരസ്പര ബന്ധവും വെച്ചിട്ടാണ് കോഴ്സുകൾ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോയ്സസ് ഏതൊക്കെയാണ് നല്ലതെന്ന് പറയാനും സാധിക്കുന്നത്. അങ്ങനെ ചോയ്സ് പറഞ്ഞാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ജഡ്ജ്മെൻ്റൽ അല്ല. നമ്മൾ 1, 2, 3, 4, 5 ഓപ്ഷൻസാണ് നിങ്ങളുടെ സ്കില്ല് വെച്ചുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ആ സജസ്റ്റ് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾ ഏറ്റവും നല്ല ഓപ്ഷൻസിലേക്ക് വരും. പ്ലസ് നിങ്ങൾ സെലക്ട് ചെയ്തത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡൈവേഴ്സ് ഓപ്ഷൻസിനെ കുറിച്ചും ചിന്തിക്കുക. ഇതിന് സാധ്യമാകുന്നത് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കരിയർ കൗൺസിലറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും സ്കില്ലുകളും നിങ്ങളുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറക്കാതിരിക്കുക, ടെസ്റ്റ് ചെയ്യൽ മാത്രമല്ല, അതിലേറ്റവും എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ സമീപിച്ച് അവരുമായിട്ട് സംവദിച്ച് ചർച്ച ചെയ്തതിന് ശേഷം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കമൻറ്റുകൾ എഴുതാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 26 വർഷത്തിലധികമായിട്ട് ഞാൻ കരിയർ ഗുരുവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കരിയർ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 50,000-ത്തിലധികം വിദ്യാർത്ഥികളിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്ത് അവരെ കൃത്യമായ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അവരുടെ ചോയ്സസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കാഷ്വാലിറ്റീസ് ഇല്ലാതെ, അപകടങ്ങളില്ലാതെ കൃത്യമായി ഒരു സേഫ് ലാൻഡിംഗ് നടക്കും. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.